ഏറെ ആദരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് അംഗീകരിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുവനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ചിന്തയിലാണ്. നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെ നാടും നഗരവുമെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലും അതിൻ്റെ തിരക്കിലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാല ഇന്ത്യൻ ഭരണം അത് വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വന്നാൽ എന്തായിരിക്കും നമ്മുടെ വരും ഇന്ത്യയുടെ ഭാവി എന്ന് പലപ്പോഴായി നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ചാനൽ ചർച്ചകളിലൂടെയും വിലയിരുത്തലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ നിരീക്ഷണവും പഠനവും പരീക്ഷണവുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. അതുപോലെ തന്നെ ഒരു ഭരണമാറ്റത്തിനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന ഒരു ചെറിയ ആത്മസംതൃപ്തിയും നമുക്കെല്ലാവർക്കുമുണ്ട്. സൂചിപ്പിക്കാനുള്ളത്, നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നീതിബോധമുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇവിടെ ആര് ജയിച്ചാലും ഏതൊരു വിഭാഗം പാർട്ടി ആളുകൾ ഭരണത്തിലേറിയാലും ഏകദേശം ഒരു 5 വർഷക്കാലം കഴിഞ്ഞാൽ ഒരു തിരുത്തലിനു കൂടിയുള്ള ഒരവസരം കൂടി നമുക്ക് ലഭിച്ചേക്കാം. എന്നാൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം തിരഞ്ഞെടുപ്പ് കടന്നു വന്നപ്പോൾ അവിടെയെല്ലാം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവരെല്ലാം അവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാം ഏറെ ഗൗരവത്തിൽ കാണുന്ന ഈ ലോകസഭ ഇലക്ഷനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ തിരഞ്ഞെടുപ്പിനെ കൃത്യമായി നേരിടേണ്ട വ്യക്തികളാണ്. ഏതാണ് സഹോദരങ്ങളെ ആ ഒരു തിരഞ്ഞെടുപ്പ്? നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ നമ്മളെല്ലാവരും മരണപ്പെട്ട് പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പരലോകത്ത് ഇതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളതാണ്.
ഈ ദുനിയാവിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള തിരഞ്ഞെടുപ്പിനെ ഗൗരവത്തിൽ കണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ തിരഞ്ഞെടുപ്പാണ് പരലോകത്തെ തിരഞ്ഞെടുപ്പ്. ഇനി തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യത്തിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് പരലോകത്തിനാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വ അബ്ഖ. ചില ആളുകൾ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുകയാണ്, എന്നാൽ പരലോകമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതുമായത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ പരലോകത്തെ തിരഞ്ഞെടുപ്പിനായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കേണ്ടത്. ആരാണ് പ്രിയപ്പെട്ടവരെ പരലോകത്തെ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ? അവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോ മനുഷ്യരുമാണ് പരലോകത്തുള്ള തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ് ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീ. പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും, അതിലൊരു സംശയവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരിക്കൽ സ്ഥാനാർത്ഥികളായി മാറുന്ന ഒരു മേഖലയാണ്, ഒരു വേളയാണ് നമ്മുടെ പരലോക ജീവിതം. അവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന നമുക്ക് വോട്ടുകൾ വേണം. ആ വോട്ടുകളായി കടന്നു വരുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന അതല്ലെങ്കിൽ ചെയ്തു വച്ചിട്ടുള്ള നിങ്ങളുടെ അമലുകളാണ്. എല്ലാ പ്രവർത്തനങ്ങളുമാണ് നിങ്ങൾക്കവിടെ വോട്ടായി കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന, അള്ളാന്റെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാരത്രിക ജീവിത ലോകത്തെ നിങ്ങളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്ത്. നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവിടെ നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂ. നാളെ പരലോകത്തെത്തിയാൽ നിങ്ങൾ ചെയ്ത നന്മകളും നിങ്ങൾ ചെയ്ത തിന്മകളും അവിടെ നിങ്ങൾ കാണുമെന്നാണ്. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. അവിടെ വെച്ച് നമ്മളൊക്കെ ആഗ്രഹിക്കും, ഈ തിന്മകൾ എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നമ്മൾ ആലോചിക്കുമെന്നാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, പറഞ്ഞു വരുന്നത് നാളെ പരലോകത്തുള്ള തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായി മത്സരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അത് നമ്മുടെ അമലുകളാണ്, നാം ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നൊന്ന് ആലോചിക്കാം, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പലപ്പോഴായി ആ വോട്ട് നമ്മൾ ആർക്ക് കുത്തുന്നുവോ അതിന് വിപരീതമായി പോയേക്കാം. ഇന്നത്തെ സംവിധാനങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാം ചില വോട്ടുകൾ അസാധുവായി നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലാതെ എല്ലാമായി പോയേക്കാം. പക്ഷേ ആ പരലോകത്ത് നമ്മുടെ വോട്ടുകളായ അമലുകളിൽ ഒന്നുപോലും അസാധുവാവുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നിങ്ങളൊരു നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്കവിടെ കാണാം. വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ശർറൻ യറ. ഇനി നിങ്ങളൊരു തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മയും നിങ്ങൾക്ക് പരലോകത്ത് കാണാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ വിളിച്ചുപദേശിക്കുന്നിടത്ത് അദ്ദേഹം പറയുകയാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാ. പൊന്നുമോനെ
നീ ദുനിയാവിൽ എന്ത് പ്രവർത്തിച്ചാലും, ആ പ്രവർത്തിച്ചത് പാറകൾക്കിടയിൽ നീ ഒളിപ്പിച്ചാലും, ആകാശഭൂമികൾക്കിടയിൽ എവിടെ പോയി എവിടെ ഒളിപ്പിച്ച് നീ എന്തൊക്കെ ചെയ്താലും, നാളെ പരലോകത്ത് അള്ളാഹു അതിനെ കൊണ്ടുവരും മോനെ എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് പറയുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ പരലോകത്തേക്ക് നാം ചെയ്ത നന്മയും തിന്മയും എല്ലാം കൊണ്ടുവരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവിടെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന്, അവിടെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, ഞാൻ അവരെ എല്ലാവരെയും വിചാരണ ചെയ്യുമെന്ന്, അവിടെ വെച്ച് തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് ശാശ്വതമാണ്. അവിടെ 5 വർഷം കഴിയുമ്പോൾ പിന്നീടൊരു അവസരം നമുക്കവിടെ ഇല്ല. ആ പരലോകത്തെ നമ്മളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിടെ പിന്നീടൊരു 3 വർഷം കഴിഞ്ഞോ അതല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞോ പിന്നീടൊരു അവസരം, പിന്നീടൊരു തിരഞ്ഞെടുപ്പ് ആ പരലോകത്ത് നമുക്ക് നേരിടാൻ കഴിയൂല. ഒരൊറ്റ തിരഞ്ഞെടുപ്പ്, ഒരൊറ്റ ഫലം. അവിടെ വിജയിക്കുന്നവൻ വിജയിക്കുന്നതാണ്, അവിടെ പരാജയപ്പെടുന്നവൻ പരാജയപ്പെടുന്നതാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന നാം ഓരോരുത്തരും വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആരാണ് പരലോകത്ത് വിജയിക്കുക? ആരാണ് പരലോകത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും വൻഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക? ആരാണ് അവിടെ പരാജയപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ, ആരുടെ നന്മയുടെ തുലാസാണോ കനം തൂങ്ങുന്നത്, ആരുടെ നന്മയുടെ തുലാസിലാണോ കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നത്, അവൻ അവിടെ വിജയിക്കുന്നതാണ്, അവൻ അവിടെ സംതൃപ്തമായ ജീവിതം നയിക്കുന്നവനാണ്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എവിടെയെങ്ങാനും നിങ്ങളുടെ വോട്ടുകൾ കുറഞ്ഞാൽ, ആ പരലോകത്തെ നന്മയുടെ തുലാസിലെങ്ങാനും കനം കുറഞ്ഞു പോയാൽ ഫഉമ്മുഹു ഹാവിയ, നിങ്ങളുടെ സങ്കേതം ഹാവിയയാണ്. ആ ഹാവിയ എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന അള്ളാഹുവിൻ്റെ നരകമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ തിരഞ്ഞെടുപ്പിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. പരലോകത്തെ നമ്മളുടെ തിരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ നാം വിജയിക്കേണ്ടത്. അവിടുത്തെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്രിമമുണ്ടാവുകയില്ല. ആ പരലോകത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് നീതിയുക്തമായിരിക്കും. അവിടെ ഒരു അനീതിയും വില പോവുകയില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ അങ്ങ് തിരഞ്ഞെടുത്ത് വിടില്ല. കുറച്ചാളുകളെ നോക്കിയിട്ട് നീയൊക്കെ സ്വർഗത്തിലും നിങ്ങളൊക്കെ നരകത്തിലുമെന്ന് അള്ളാഹു വെറുതെ പറയുകയില്ല. നമ്മുടെ കൈകളിലേക്ക് കൃത്യമായ രേഖകൾ അല്ലാഹു വെച്ചു തരും. ഇതാ നിനക്കെത്ര നന്മയുടെ വോട്ടുകൾ ലഭിച്ചു, നിനക്കെത്ര തിന്മയുടെ വോട്ടുകൾ ലഭിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകളിലേക്ക് രേഖകൾ വെച്ചു തരുമെന്നാണ്. അവിടെ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഞാൻ ഇന്നതൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്കവിടെ പറയാൻ കഴിയില്ല. ഞാൻ ഇന്ന നാട്ടിൽ ഇന്ന പ്രവർത്തനങ്ങളിൽ നന്മകളിൽ മുഴുകിയിരുന്നല്ലോ എന്ന് പറയാൻ പിന്നീടൊരവസരമില്ല. കാരണം അല്ലാഹു വെച്ചു തരികയാണ്. ഇതാ നീ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കിക്കോ, വെറുതെയല്ല നിന്നെ ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, നീ ചെയ്ത പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്കത് പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, ആരുടെ വലതു കയ്യിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം അവൻ്റെ രേഖകൾ വെച്ച് തരുന്നത്, ഫയഖൂലു ഹാ ഉംഖറഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ,
അവനിങ്ങനെ പറയുമെന്നാണ്. ആളുകൾക്കിടയിൽ ഓടി നടന്നുകൊണ്ട് അവൻ്റെ കിതാബ് കാണിച്ചു കൊടുക്കും. ഇതാ എൻ്റെ കിതാബ് വായിച്ചു നോക്ക്, എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊരു പരലോകമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. ദുനിയാവിൽ തിന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ പരലോകത്തെ ഭയന്ന് ഞാൻ മാറി നിന്നവനാണ്. ദുനിയാവിൽ പലതിലേക്കും എന്നെ ആളുകൾ ക്ഷണിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം ഈ പരലോകത്തെ ആലോചിച്ച് ഞാൻ മാറി നിന്നവനാണ് എന്ന് മനുഷ്യൻ പറയുമെന്നാണ്. അവരാണ് അവിടെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാൽ ചില വിഭാഗം ആളുകളുണ്ട്, വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി. പ്രിയപ്പെട്ടവരെ, ശരിക്കും മനസ്സിലാക്കിക്കോ. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ് ഇത്. നടക്കാനിരിക്കുന്ന വചനമാണ് ഇത്. അല്ലാഹു കള്ളം പറഞ്ഞതല്ല, ഇതേതെങ്കിലും ആളുകൾ എഴുതി വെച്ചതല്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിന്നുകൊണ്ട് പറയുകയാണ്, വഅമ്മാമൻ ഖഫ്ഫത് വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി. എന്നാൽ ചില ആളുകൾക്ക് അവിടെ നിന്നും അവൻ്റെ ഇടത് കയ്യിൽ കിതാബ് ലഭിക്കുമെന്നാണ്. ഒന്നാലോചിച്ച് നോക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി ഇന്ന് രാത്രി കടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ റബ്ബേ, ഇന്ന് ഞാൻ മരിച്ചാൽ ഏത് കയ്യിലായിരിക്കും എനിക്ക് കിതാബ് തരുക എന്ന് ഒന്നാത്മാർത്ഥമായി ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹ് പറയാണ്, ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. അവിടെ വെച്ച് മനുഷ്യൻ പറയുമെന്നാണ്, ഈ ഒരു കിതാബ് എൻ്റെ ഇടത് കയ്യിൽ ലഭിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതനി, എൻ്റെ നാശമേ, വലം അദിരിമാ ഹിസാബിയ, എൻ്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, എൻ്റെ ജീവിതം എൻ്റെ മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാ അഗ്ന അന്നി മാലിയ, ഈ പരലോകത്തെ ഒരു സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ ഒരു അധികാരവും ഈ പരലോകത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല, അതെനിക്ക് നഷ്ടപ്പെട്ടുപോയി. ഖുദൂഹു ഫഉല്ലു, ഖുദൂഹു ഫഉല്ലു. വിശ്വാസികളെ, അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഈ മനുഷ്യനെ ഇടത് കയ്യിൽ കിതാബ് ലഭിച്ച് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയ ഈ മനുഷ്യനെ പിടിച്ച് കെട്ടിക്കൊള്ളുക. സുമ്മൽ ജഹീമ സൊല്ലു, സുമ്മൽ ജഹീമ സൊല്ലു, അവനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളുക. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ സബ്ഊന ദിറാഅൻ ഫസ്ലുകു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 70 മുഴം നീളമുള്ള ഒരു ചെങ്ങല കൊണ്ട് ഇവനെ ബന്ധിപ്പിച്ചു കൊള്ളുക. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, തീർച്ചയായും ഈ മനുഷ്യൻ മഹാനായ അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവനായിരുന്നു. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രോത്സാഹനം കാണിക്കാത്തവനായിരുന്നു. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം, അതിനാൽ ഇന്ന് ഇവിടെ അവനൊരു ഉറ്റ ബന്ധവുമില്ല. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, ദുർനീരുകൾ ഒലിച്ചിറങ്ങുന്നതല്ലാതെ അവനിവിടെ ഒരാഹാരവുമില്ല. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഈൻ, തെറ്റുകാരല്ലാതെ അത്തരം ഭക്ഷണം ഭക്ഷിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക. നമ്മുടെ സമ്പത്ത് ഉപകാരപ്പെട്ടില്ല എന്ന് നാം അവിടെ വെച്ച് പറയുകയാണ്. ഇന്നൊരു പക്ഷേ പലതും ചെയ്തത് സമ്പത്തുണ്ടാവാനാവാം, പലതും ഇന്ന് തിന്മകളിലൂടെ ജീവിച്ചത്, പരലോകത്ത് നമ്മുടെ തിന്മയിലേക്ക് വോട്ടുകൾ കടന്നു വന്നത് ഇന്ന് നമുക്ക് വലിയ പണക്കാരനാവാനാവാം, അതുപകാരപ്പെടുകയില്ല എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. രണ്ടാമത് പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു അധികാരവും ഉപകാരപ്പെട്ടില്ല. ആളുകൾ ഇന്ന് നമ്മൾ വലിയ സംഭവമാണെന്ന് പറയാം, ഇന്ന് വലിയ ആളുകൾ നമ്മൾക്ക് വലിയ അധികാരമുണ്ടെന്ന് പറയാം. പക്ഷേ ആ അധികാരം അവിടെ ഉപയോഗപ്പെട്ടില്ല, അവിടെ ഒരുറ്റ ബന്ധവും നമുക്കില്ല. ഇന്ന് കുടുംബത്തിന് വേണ്ടി ദീനിനെ മാറ്റി നിർത്തുന്നവരായി നമ്മൾ മാറിയാൽ അതവിടെ ഉപകാരപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിലെടുക്കുക. ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടവരാണ് നാം.
ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഇന്ന് കാണുന്ന തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ആളുകളെ, ഏതെങ്കിലും പാർട്ടികളെ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ചയക്കണമെന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ, ഞാൻ മത്സരാർത്ഥിയായി മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമോ, എനിക്ക് പരാജയം സംഭവിക്കുമോ എന്നാണ് ഈ ഒരവസരത്തിൽ ഏറെ ഗൗരവത്തോടെ നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത്. പരലോകം മറന്നുകൊണ്ടുള്ള, പരലോക വിജയം മറന്നുകൊണ്ടുള്ള ഒരു ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങളിലും നമ്മളാരും മുഴുകിപ്പോവാൻ പാടില്ല. കൃത്യമായി പരലോകത്ത് വിജയിക്കുന്നവരായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഗൗരവത്തോടെ ഉണർത്തുകയാണ്. നമ്മൾ ഇന്ത്യ രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ നിലപാടോടുകൂടി നിലനിൽക്കുക എന്നുള്ളത് അത് വളരെ വലിയ അത്യാവശ്യമായ ഒന്നാണ്. വ്യക്തി, കുടുംബ, സാമൂഹിക ജീവിതത്തിൻ്റെ സമാധാനമുള്ള അന്തരീക്ഷം നിലനിൽക്കാനും മതമനുസരിച്ചും ശരീഅത്തനുസരിച്ചും ജീവിക്കാനും ഇത് വളരെ വലിയ അനിവാര്യമാണ്. എന്നാൽ വർത്തമാനകാല ഇന്ത്യ അതിന് വിരുദ്ധമായ പല ശ്രമങ്ങളും അജണ്ടകളും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നാം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ എന്ന നിലയിൽ ഇത്തരം ഫാഷിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരെ നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് അത് നമ്മുടെ എല്ലാവരുടെയും വോട്ടുകൾ തന്നെയാണ്. നാം ചെയ്യുന്ന വോട്ടുകളെല്ലാം കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയും ദൈക്ഷണികമായും അതിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളെല്ലാവരും നിർബന്ധമായും കുടുംബത്തോട് കൂടെ തന്നെ കൃത്യമായി വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് പ്രവർത്തനങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരു വോട്ടിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി ജുമാ നമസ്കാരത്തിന് മുമ്പ് തന്നെ വളരെ നേരത്തെ നമ്മുടെ ബൂത്തുകളിൽ കടന്നു ചെന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലെല്ലാം
മറഞ്ഞു കിടക്കുന്ന വലിയ അജണ്ടകളുണ്ട്. അതൊന്നും നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് ഗൗരവത്തോടെ സൂചിപ്പിക്കാനുള്ളത്. വെള്ളിയാഴ്ചയാണ് എന്ന് കരുതി നമ്മളാരും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. കൃത്യമായി കൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുവാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച സദാ സമയം 12:45 ജുമുഅ തുടങ്ങി 1 മണിക്ക് നമസ്കാരത്തോടു കൂടി അവസാനിപ്പിക്കുന്ന ഒരു സംവിധാനമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയ ഒരു യുദ്ധ പോരാട്ടം തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വോട്ടെന്ന ആയുധത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഫാഷിസ്റ്റ് പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് ഏറെ ഗൗരവത്തോടെ സൂചിപ്പിക്കുന്നത്. അതിനേക്കാളൊക്കേറെ പറഞ്ഞു വന്നതുപോലെ നമ്മുടെയൊക്കെ പരലോക ജീവിതം ഈ ഒരു സന്ദർഭം തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇതൊന്നുമല്ല, ഇതിനേക്കാളും ഗൗരവമാണ് നമ്മുടെ പരലോകത്തെ തിരഞ്ഞെടുപ്പ് എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടുത്തെ ആ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും അവിടെ വിജയിക്കുവാനുള്ള നന്മയുടെ വോട്ടുകൾ, ആ വോട്ടുകൾ ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യുവാൻ ശ്രമിക്കണം എന്ന് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നന്മയിലൂടെ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുറാഹിമീനായ അല്ലാഹ്, ഈ ദുനിയാവിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് നാഥ. നിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് അതെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണമേ റഹ്മാനെ. മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവെ, വളരെ കൃത്യമായി മതനിരപേക്ഷതയോടുകൂടി മതമനുസരിച്ച് ശരീഅത്തനുസരിച്ച് ഈ നിലനിൽക്കുന്ന എൻ്റെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ജീവിക്കുവാനുള്ള സൗകര്യം നീ ഞങ്ങൾക്ക് ഏവർക്കും ചെയ്തു തരണമേ അല്ലാഹ്. അർഹമുറാഹിമീനായ അല്ലാഹ്, ഞങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉമ്മമാർ, ഉപ്പമാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, കൂട്ടുകാർ, സഹോദരങ്ങൾ, ഗുരുനാഥന്മാർ, നേതാക്കന്മാർ, അവരെയും ഞങ്ങളെയുമെല്ലാം നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ അല്ലാഹ്, ഈമാനോട് കൂടി ജീവിച്ച് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, നിൻ്റെ മുഅ്മിനുകളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞൊരു മാസക്കാലം ഞങ്ങളെടുത്ത നോമ്പുകൾ, ഞങ്ങളുടെ തറാവീഹുകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, ഞങ്ങളുടെ സ്വതക്കകളെല്ലാം നീ കൃത്യമായി സ്വീകരിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഇനിയും കൂടുതൽ നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ അല്ലാഹ്, നിൻ്റെ ഖബർ ശിക്ഷയിൽ നിന്നും, പരലോക ശിക്ഷയിൽ നിന്നും, നരകശിക്ഷയിൽ നിന്നും, ഇഹലോക പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.